കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരളത്തെ ശ്വാസം മുട്ടിക്കും കേന്ദ്ര സർക്കാർ തുണയട്ടെ, നരേന്ദ്രമോദി തുണയട്ടെ. ഇതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലയളവിലും കേരളത്തോട് നല്ല നിലയിൽ അവഗണന ഉണ്ടായിരുന്നു. AK ആന്റണി അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഉള്ളപ്പോഴും കേരളത്തോട് അവഗണനയായിരുന്നു. ആ അവഗണനയുടെ തുടർച്ചയിൽ BJP വന്നതിന് ശേഷം അതികഠിനമായി അവഗണന എന്നുള്ളത് മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെയെല്ലാം ഞെരുക്കാമോ ആ നിലയിൽ ഞെരുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ അവഗണന മാത്രമല്ലത്, സംസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് കാരണം. എന്താ അതിൻ്റെ കാര്യം? തികഞ്ഞ രാഷ്ട്രീയമാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങൾ, ആ നയങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ളത് മാത്രമല്ല, ആ നയങ്ങൾക്ക് ബദലായി ഇടതുപക്ഷ ബദലുയർത്തിക്കൊണ്ട് കേരളത്തിനകത്ത് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സർവ്വമേഖലയിലും സ്പർശിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മുദ്ര പതിപ്പിച്ച വികസന പ്രവർത്തനവുമായി കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും വരുമാനം പങ്കിടുമ്പോൾ തന്നെ തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതത്തിൽ ജനാധിപത്യത്തിൻ്റെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ എവിടെയാണോ അടുത്ത തെരഞ്ഞെടുപ്പ് വരിക ആ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള BJPക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലായ്പ്പോഴും അവതരിപ്പിക്കുന്നത്.